SSLC മക്കളെ, അപ്പോൾ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ വില്ലൻ. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന സബ്ജക്ട് അതാണ് SSLC മാത്സ്. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ മക്കളെ, പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് ഞാൻ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മാത്സ് എക്സാം എല്ലാ ചാപ്റ്ററിനെയും ക്ലാസ്സുകൾ വേണമെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആ കമൻറ്റ് ബോക്സിൽ ഇരിക്കുക. ഫുൾ പവറിൽ റെഡി ആയിരുന്നോ? ടെൻഷൻ അടിക്കണം. എനിക്കറിയാം നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. നിങ്ങൾ അത് പഠിച്ചിട്ടില്ല. ഓരോ ടെൻഷൻ, ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴായിരിക്കും വരുന്നത്. കാരണം ഇംഗ്ലീഷ് കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ടാവും. ഇനി മാത്സും അങ്ങനെ പോയാൽ മതി എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ലെറ്റ്സ് ഓൾ ഹോപ്പ് മാത്സ് എക്സാം സിമ്പിൾ ആയിരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പറേഷൻ 4 ദിവസം എൻ്റെ കയ്യിൽ. നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത മക്കളെ, എല്ലാ ദിവസവും 7:30 ലൈവ് ഉണ്ട്, വന്നിരിക്കണം. ഇൻക്ലൂഡിങ് ടുഡേ. ഇന്ന് നമ്മൾ 7:30 സ്റ്റഡി പ്ലാൻ ഉണ്ട്, ആ കാര്യം മറക്കരുത്. അതിലാണ് ഞാൻ നിങ്ങൾക്ക് 4 ദിവസം നമ്മൾ എങ്ങനെ പഠിക്കും, എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്തിട്ട് വരണം എന്ന് പറയാൻ പോകുന്നു. ഓക്കെ, ഇന്ന് വൈകുന്നേരം 7:30 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിയും A+ മേടിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയും ഇത് മിസ് ചെയ്യരുത് മക്കളെ. ഇറ്റ് വിൽ ബി എ ബിഗ് മിസ്റ്റേക്ക് ഇത് മിസ് ചെയ്താൽ. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിൻ്റെ കാര്യത്തിലേക്കല്ല, അതൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും 7:30 കാര്യം മനസ്സിലായി. ഇനി നോക്കിക്കേ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, 5-6 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ ഫുൾ A+ കിട്ടും. നിങ്ങൾ 7-8-11 ചാപ്റ്റർ പഠിക്കുന്ന ആൾ ചിലപ്പോൾ മണ്ടന്മാരെ പോലെ അല്ലേ. 5-6 ചാപ്റ്റർ പഠിച്ചാൽ മതി, A+ ഫുൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ 7-8 ചാപ്റ്റർ പഠിച്ചാൽ മതി, A+ കിട്ടും. സി, ഞാൻ നിങ്ങൾക്ക് ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി പറഞ്ഞുതരാം. ഓക്കെ, 5-6 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു പോയെന്ന് വിചാരിച്ചു. ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുതരാം. സി, എനിക്ക് ആഗ്രഹം നിങ്ങളെല്ലാവരും നല്ല മാർക്ക് കിട്ടണം. എക്സാം ഹാളിൽ പോയിട്ട് നിങ്ങൾ ഷോക്ക് അടിക്കരുത്, മാർക്ക് കുറയരുത്. സി, നമുക്ക് 11 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, 11 ചാപ്റ്റർ ഉണ്ട്. നമ്മുടെ എക്സാം 110 മാർക്കിനാണ് നടക്കുക. നമുക്ക് ആകെ 80 മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 110 മാർക്കാണ് ഫുൾ മാർക്ക്, മാക്സിമം അല്ല ഫുൾ മാർക്ക്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 മാർക്ക് ഫുൾ മാർക്ക് കിട്ടുക നിങ്ങൾക്ക്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 11 ചാപ്റ്ററിൽ നിങ്ങൾ 5-6 ചാപ്റ്റർ പഠിച്ചാൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 5-6 ചാപ്റ്ററാണല്ലോ ഏകദേശം വെയിറ്റേജ് വരുന്നത്. ഞാൻ പറഞ്ഞത് പഠിക്കാമെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ 50-60 മാർക്ക് കിട്ടും. എത്ര? 50-60 മാർക്ക് കിട്ടും. 5-6 ചാപ്റ്റർ മാത്രം. ഇത് ഭാഗ്യമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സിനാരിയോ. അത് നടക്കണമെന്നുണ്ടോ? ഒരിക്കലില്ല. കാരണം ഞാൻ പറഞ്ഞില്ല. കാരണം നിങ്ങൾ ഈ 5-6 ചാപ്റ്റർ പഠിച്ചു, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് A+ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ പോവാ. ഓക്കെ, ലെറ്റ്സ് നിങ്ങൾ ഈ പ്രാവശ്യത്തെ വെയിറ്റേജ് പേപ്പർ നോക്കി, മോഡൽ വെയിറ്റേജ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസ് 19 മാർക്ക്, അതെന്താണെങ്കിലും പഠിക്കണം, അത് സിമ്പിളാണ്. പിന്നെ നോക്കിയേ, നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, ട്രിഗ്നോമെട്രി 12 മാർക്ക്. ഇവിടെ നോക്കിയേ ടാൻജൻസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നതാ നോക്കിയേ, നിങ്ങൾ വെറുതെ കണക്കെടുക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ്, പിന്നെ ടാൻജൻസ്, ട്രിഗ്നോമെട്രി പിന്നെ വിടാൻ പറ്റില്ല, നമുക്കൊരു പേടിയുള്ളതുകൊണ്ട്, ആൻഡ് ജോമെട്രിൻ്റെ ആൾജിബ്ര. നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് വേണം. ഇയാളും കൂടി പഠിച്ചു. ഇതും കൂടി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുക 19 + 12 32. ഓക്കെ, 31. ഓക്കെ, 31 പ്ലസ് ഇത് 49 ഏകദേശം 49ഉം 62 78 ഒക്കെ അല്ലേ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 70 മാർക്കിലേക്ക് എത്തി. അപ്പം ഞാൻ നിങ്ങളോട് പറയും മക്കളെ, നിങ്ങൾ ഈ 5 ചാപ്റ്റർ, ഇവിടെ എത്ര 5 ചാപ്റ്ററേ പറഞ്ഞിട്ടുള്ളൂ, 5 ചാപ്റ്റർ പഠിച്ചാൽ മതിയോ? ഒരിക്കലുമില്ല മക്കളെ. 5-6 ചാപ്റ്റർ പഠിച്ച് ഫുൾ A+ മേടിക്കാൻ പറ്റുന്നത് ഇറ്റ്സ് എ റെയർ സിനാരിയോ. വളരെ ഭാഗ്യം വേണം. കാരണം ഞാൻ പറയാം, അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾ എല്ലാം പഠിച്ചു. ഓക്കെ, എല്ലാം പഠിച്ചു. നിങ്ങൾ അതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നു മക്കളെ. അരിത്തമെറ്റിക് സീക്വൻസ് എത്ര സിമ്പിൾ ചാപ്റ്റർ ആണെങ്കിലും ഈ പ്രാവശ്യത്തെ എക്സാമിന് അതിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ വന്നു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട്, 6 മാർക്കിൽ 5 മാർക്ക് 4 മാർക്ക്, അതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങി. 19 മാർക്ക് നിങ്ങൾ എല്ലാ മാർക്കും ചെയ്താലും നിങ്ങൾക്ക് A+ കിട്ടുള്ളൂ. 5 ചാപ്റ്റർ പഠിച്ചു പോകുന്ന ആൾക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ട്രിഗ്നോമെട്രി ഈ പ്രാവശ്യത്തെ നമ്മുടെ ഹൈറ്റ് ഉള്ള കുട്ടി ഉണ്ടായിരുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ മേൽക്കോണും കീഴ്ക്കോണും എന്താണ് ഡിപ്രഷൻ ഒക്കെ വന്നു. എല്ലാം കൂടി ഒരു ക്വസ്റ്റ്യൻ വന്നു, ഇന്നേ വരെ വരാത്തത്. അത് കുറെ ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെയും ചിലപ്പോൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ടാൻജൻസ് നിങ്ങൾക്ക് സർക്കിൾസിനെ കോർഡിനേറ്റ്സിനെ ആ ക്വസ്റ്റ്യൻ ഒരുമിച്ച് എല്ലാം കൂടി കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ പഠിച്ച കൺസ്ട്രക്ഷൻ തെറ്റായി എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെയും മാർക്ക് പോയി. അപ്പോൾ ഞാൻ പറയുന്നത് 5-6 ചാപ്റ്റർ മാത്രം പഠിച്ചു പോവുക, ഫുൾ A+ കിട്ടുമെന്ന് വിചാരിച്ച് പോകരുത് പ്ലീസ്. അങ്ങനെയാണ് കുറേ ആൾക്കാരല്ലേ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് A+ മേടിക്കാനുള്ള കഴിവുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ 5 ചാപ്റ്റർ അല്ലെ 4 ചാപ്റ്റർ മാത്രം പഠിച്ചു പോകുന്ന കുട്ടി, ആ കഴിവ് അവിടെ സ്റ്റോപ്പ് ചെയ്തോ. ഞാൻ ഇത്ര പഠിക്കുള്ളൂ. നിങ്ങളുടെ കഴിവല്ല നിങ്ങൾ ലിമിറ്റ്, നിങ്ങൾ ഒരു കോമൺ സെൻസ് ആണത്. ഓക്കെ, അത് വെച്ചിട്ട് മൊത്തം പഠിക്കുക. അതേസമയം നിങ്ങൾ നോക്കുന്നുണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾ വലിയ പഠിച്ചു പോയി, പക്ഷേ സർക്കിൾസിലെ 5 മാർക്ക് വളരെ സിമ്പിളായിട്ട് ബാക്കി എല്ലാവർക്കും കിട്ടി. നിങ്ങളാണ് പഠിച്ചിട്ടില്ല, അപ്പോൾ വിടേണ്ടി വന്നു. ഓക്കെ, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു എന്ന് എല്ലാവരും പറയാം. എക്സാം ഹോളേ ഉണ്ട്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അയ്യേ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യനേ വന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇതൊന്നും പഠിക്കാതെ ഇത് മാത്രം പഠിച്ചു. നിങ്ങളാണെങ്കിൽ അത് തെറ്റിച്ചു.
വേറെ ചെക്ക് ചെയ്തപ്പോൾ അവന് ഏതോ ആൻസർ കിട്ടി, നമുക്ക് അവരെ 15 കിട്ടിയപ്പോൾ നമുക്ക് മഹാത്മാഗാന്ധി കിട്ടി. സീനല്ലേ? ആലോചിച്ച് നോക്കുക, ഇത് റിയാലിറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചത് ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊന്ന് 1 ഇത് 7 മാർക്ക്. സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവരും വിടാനുള്ളൊരു സാധ്യത ഉണ്ട്. ഒരിക്കലും വിടാതെ ഇരിക്കേണ്ട ചാപ്റ്റർ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ടഫ് ആവൂല. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, മീഡിയൻ, മധ്യമം ചോദിക്കുന്നത്, അതേപോലെ തന്നെ ഒരു ടേബിൾ ക്വസ്റ്റ്യൻ വരും. സ്റ്റാൻഡേർഡാണ് അത്. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ വരും, പേരൊക്കെ മാറ്റി ഡെയിലി വേജ് മാറ്റി മാർക്കാവും, ഹൈറ്റ് മാറിയിട്ട് വെയിറ്റ്, അത്രേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളാണ്. അത് സിമ്പിൾ 2 ഫോർമുല പഠിച്ച പോകും, അതിൻ്റെ ക്ലാസ്സൊക്കെ കിട്ടും. ഓക്കെ, ഇനി പോളിനോമിയൽസ് ഒക്കെ സിമ്പിളായിരിക്കും. ഇതൊക്കെ എന്താണെങ്കിലും പഠിക്കും. കുറേ ആൾക്കാർ അവസാനത്തെ ചാപ്റ്റർ വിടാൻ സാധ്യതയുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ഒന്ന് പഠിച്ചു പോവുക. എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് 5-6 ചാപ്റ്റേഴ്സ് പഠിക്കരുത്. ഒരു മാത്സ് ടീച്ചർ നിങ്ങളോട് പറയാണ്, കുറേ വർഷങ്ങളിൽ A+ മേടിപ്പിച്ച കുറേ ആയിരക്കണക്കിന് കുട്ടികളുള്ളതുകൊണ്ട് പറയാണ്, A+ വേണമെങ്കിൽ, നന്നായിട്ട് വേണമെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് പഠിക്കുക. സമയം ഒരു ദിവസമായിരുന്നെങ്കിൽ ഞാൻ പറയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നത്. പക്ഷെ 4 ദിവസമുള്ളപ്പോൾ എല്ലാ ചാപ്റ്ററും പഠിക്കും. 4 ദിവസം മൊത്തം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ ചാപ്റ്റർ നോട്ട്സും ലിങ്കും ചാപ്റ്ററിന് 1 ഷോട്ടൊക്കെ ഞാൻ ഈ ഷീറ്റിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, സ്കാൻ ചെയ്യാം. ഇതിൽ ഞാൻ ഫുൾ ചാപ്റ്ററിൻ്റെ ലിങ്കും അതേപോലെ നോട്ട്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാം മക്കളെ. ഇപ്പോഴാണ് നിങ്ങൾക്ക് ആ മാത്സിന് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ളൊരു ചാൻസ് കിട്ടുക. അത് ഇതാ, നിങ്ങൾക്ക് ലിങ്ക് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ പോയൊരു ഷീറ്റ് ഉണ്ടാവും. പിന്നെ മക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ ഷെയർ നോക്കിയിട്ട് റിക്വസ്റ്റ് ചെയ്യരുത്. എന്താണ് എഡിറ്റ് ആക്സസ്. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനല്ല, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇവിടെ താഴെ കുറേ സബ്ജക്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ SLC കെമിസ്ട്രി ബയോളജി ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ മാത്സ് ഫോക്കസ് ചെയ്താൽ മതി. നോക്കിയേ, നിങ്ങൾ എല്ലാത്തിനും 1 ഷോട്ട് ലൈവ് ഉണ്ട്. ഓക്കെ, എല്ലാ ചാപ്റ്ററും 1 ഷോട്ട് ലൈവ് ഉണ്ട് എക്സെപ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളൊരു 2-3 ചാപ്റ്ററും കൂടി ഒരുമിച്ച് ചെയ്താൽ അവസാനത്തെ ഭാഗമാണ്. അതിൻ്റെ നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും അറിയാമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ടാൻജൻസ് വേണം. ഓക്കെ, ടാൻജൻസ് ഇതുപോലെ എക്സ്ട്രാ വീഡിയോസും വരും. നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഫോർമുലയൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും, പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് പോവുക, പഠിക്കാം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് പഠിക്കുക, നോട്ട് എടുത്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് SSLCയിൽ A+ വേണം. ഓക്കെ, A+ വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ക്ലാസ്സുകളിൽ, ഓക്കെ, ഈ പറയുന്ന 1 ഷോട്ട് ക്ലാസ്സുകളിലെ 80% ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ, ഞാൻ പറയുന്നത് ആ ചാപ്റ്ററുകളിൽ പഠിപ്പിക്കുന്ന 80% ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ, പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് A+ കിട്ടും. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ പേടിക്കുന്ന പോലെ ഭയങ്കര സംഭവം ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര സംഭവം ഉണ്ടാവും. ടഫ് ക്വസ്റ്റ്യൻ വരും. എവിടെ ടഫ് ക്വസ്റ്റ്യൻ? 110 മാർക്കിൽ ഒരു 10 മാർക്ക് ടഫാന്ന് വിചാരിച്ചോ, വിട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് 80 മാർക്ക് മതി. ആ 80 മാർക്ക് പഠിച്ചു പോകുന്ന ആളാണ് ബുദ്ധി. എല്ലാ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം എല്ലാം പഠിച്ചാൽ തന്നെ അതാണ് ബുദ്ധി. അല്ലാണ്ട് 3-4 ചാപ്റ്റർ അല്ല 5-6 ചാപ്റ്റർ മാത്രം പഠിച്ചു പോയി എന്ന് വിചാരിച്ചാൽ സീനാവും. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. ഓക്കെ, റെഡി? ആൻഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ഇൻസ്ട്രക്ഷൻ പറഞ്ഞ എന്തൊക്കെയാണ് 4 ദിവസം ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുതെന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും ഇംപ്ലൈ ചെയ്യല്ല എക്സാമിനർ കൂടെ ഉണ്ടാവില്ല എന്ന്. എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും മക്കളെ. നിങ്ങളുടെ SSLC തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങളുടെ കൂടെ ഞാൻ മാത്സ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഓരോ ചാപ്റ്ററും, ഓരോ ഫോർമുലയും, ഓരോ PYQും, ഓരോ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചിലപ്പോൾ എന്നെ 9ാം ക്ലാസ് മുതൽ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അതിനു മുമ്പേ കണ്ടിട്ടുണ്ടാവും. ഇനി SSLCൻ്റെ ഫൈനൽ ജേർണി നമുക്ക് ഒരുമിച്ച് അങ്ങ് തീർക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഏറ്റവും പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ദിവസങ്ങൾ പഠിപ്പിച്ചു തരും. അതിൻ്റെ പ്ലാൻ ആയിരിക്കും ഇന്ന് 7:30 പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാവരും ഇന്ന് 7:30 വരിക, റിലാക്സ്ഡ് ആയിട്ട് വരിക, പേടിക്കേണ്ട. നമുക്ക് ഒരുമിച്ചിരുന്ന് A+ മേടിക്കാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് A+ മേടിക്കാം, അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. 4 ദിവസം ഉണ്ട് അലൻ സാറിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഈ 4 ദിവസം അലൻ സാറിന് +1-ലും SSLCയിലും CBSE 10-ലും മാത്സ് ലൈവ് ഒരുമിച്ച് നടക്കുന്ന ദിവസങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7:30 വൈകുന്നേരം തന്നെ ലൈവ് എല്ലാ ദിവസവും എടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് വേണം. ചിലപ്പോൾ എൻ്റെ ഒച്ച പോയിട്ടുണ്ടാവും, ചിലപ്പോൾ എനിക്ക് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചാവുന്ന വരെ പഠിപ്പിക്കാൻ റെഡിയാണ്. സോ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാം. വി വിൽ ബി ദെയർ എന്ന് പറയാം. ക്ലാസ്സിനും സപ്പോർട്ടിനും എല്ലാവരും ഉണ്ടാവണം 7:30 ഇന്നും എല്ലാ ദിവസവും. ഓക്കെ, ടാറ്റ, ബൈ ബൈ. നമുക്ക് 7:30 കാണാം. ആൻഡ് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കമൻസിൽ അറിയിക്കുക. ഷോർട്സിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ഈസി ആയിരുന്നു എന്ന്. ഹാപ്പി ടു ഹിയർ ദാറ്റ്. മാത്സ് എക്സാം അതിനെക്കാട്ടും ഈസി ആക്കണം. ഓക്കെ.